റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡിവൈഎസ്പി സുധീർ കല്ലന് സർക്കാർ സംരക്ഷണം. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് അച്ചടക്ക നടപടി എടുത്തിട്ടില്ല. ഹൈക്കോടതി വിമർശനങ്ങൾക്കും ആഭ്യന്തരമന്ത്രി മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. പരിശോധിക്കാമെന്ന് മാത്രമായിരുന്നു ഇന്നലത്തെ ചെന്നിത്തലയുടെ പ്രതികരണം. ഓപ്പറേഷൻ വിഭാഗം സൂപ്രണ്ട് കിരൺ പി ബിയാണ് സുധീർ കല്ലനെതിരെ വകുപ്പുതല അന്വേഷണം നടന്നത്. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ നടപടി മതി എന്നുള്ളതാണ് തീരുമാനം. MG പ്രതീക്ഷ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പ്രതീക്ഷ, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണം അത് കോടതി അത്രയ്ക്കും ഗൗരവത്തിലാണ് എടുത്തത്. അതിൽ ഈ MK റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസിന്റെ വീഴ്ചകൾ, ഡിവൈഎസ്പി കല്ലനുണ്ടായിട്ടുള്ള വീഴ്ച, അതിൽ എടുത്തു കുടയുന്ന സമീപനം പല തവണയും സർക്കാർ സ്വീകരിച്ചാണ്. എന്തുകൊണ്ട് നടപടി സ്വീകരിക്കാൻ വൈകുന്നുവെന്ന് കോടതി തന്നെ ചോദിച്ചാണ്. എന്നിട്ടും എന്തിനാണ് ഈ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ സർക്കാർ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നത്? ഷിഹാസ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നിതിൻ രാജിന്റെ മരണത്തിൽ മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് മുഖ്യപ്രതി MK റാമിനെ പോലീസ് പിടികൂടുന്നത്. പക്ഷേ ആ അറസ്റ്റ് നടപടിയിൽ ഉണ്ടായത് അടിമുടി വീഴ്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെ ഇതിൽ നിന്ന് MK റാം പുറത്തേക്ക് പോകുന്നത്, ജാമ്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് MK റാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് MK റാമിന് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതുൾപ്പെടെ ചോദ്യം ചെയ്ത് കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് അതിരൂക്ഷമായ വിമർശനം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഹൈക്കോടതി നടത്തിയത്. ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയം എന്നുള്ള കടുത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി നടത്തിയത്. പക്ഷേ എന്നിട്ട് പോലും ഈ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഈ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഈ വിഷയം ചോദിച്ചപ്പോൾ പരിശോധിക്കട്ടെ എന്നുള്ള ഒറ്റ മറുപടി മാത്രമാണ് ആഭ്യന്തര മന്ത്രി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ പരിശോധിക്കുമ്പോൾ വകുപ്പ് തല അന്വേഷണമാണ് ഈ ഡിവൈഎസ്പി സുധീർ കല്ലനെതിരെ നടന്നിരിക്കുന്നത്. ഈ 14-ാം തീയതിയാണ് വകുപ്പ് തല അന്വേഷണത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം ഓപ്പറേഷൻ വിഭാഗം സൂപ്രണ്ട് കിരൺ പി ബിയാണ് ഈ സുധീർ കല്ലനെതിരെ അന്വേഷണം നടത്തുന്നത്. പെട്ടെന്നുള്ള ഒരു നടപടി വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പുള്ളത്. ഈ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചാൽ മതി എന്നതാണ് പ്രധാനമായും ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്ന കാര്യം. പക്ഷേ ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ട് പോലും അതിൽ തുടർ നടപടി സ്വീകരിക്കാതെ നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പ് നിലവിൽ. ശരി, MG പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.